ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ്. KQ-STUവിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വളരെ വലിയൊരു സംശയമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ സാധൂകരിക്കാൻ പോകുന്നത്. എന്താണ് നാസ്കോം, NASSCOM? അപ്പോൾ നമ്മുടെ KQ-വിന്റെ സ്കീം മാറിയത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്നത് KQ 2024 സ്കീമാണ്. അതിനനുസരിച്ച് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ള പുതിയ ഒരു ടെക്നിക്കൽ കോഴ്സ് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ കോഴ്സ് ക്രെഡിറ്റ് സിസ്റ്റമാണ് നാസ്കോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതനുസരിച്ച് നിങ്ങളുടെ മുന്നിലുള്ള കോഴ്സ് എന്ന് പറയുന്നത് ഡിജിറ്റൽ 101 എന്ന് പറയുന്ന കോഡിലുള്ള ഒരു കോഴ്സാണ്. ഇത് നിങ്ങളുടെ STUവിന്റെ കൂടെയാണ് പരിഗണിക്കപ്പെടുന്നത്. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങളുടെ സ്കിൽ ഡെവലപ്മെന്റ് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഫ്യൂച്ചർ സ്കിൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമുമായിട്ട് ഇപ്പോൾ കൊളാബറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതനുസരിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങളുടെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് സെലക്റ്റീവ് ആയിട്ടുള്ള ഓൺലൈൻ കോഴ്സുകൾ നിങ്ങളുടെ മുന്നിലേക്ക് തരും. അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യണം. മാൻഡേറ്ററി കോഴ്സാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അത് വ്യക്തമായിട്ട് മൊഡ്യൂൾ വൈസ് ഒക്കെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അസസ്മെന്റ് ഉണ്ടാകും. മോക്ക് ടെസ്റ്റ് MCQ ടൈപ്പ് ആയിരിക്കും. അതിൽ 50% നിങ്ങൾ എന്ത് ചെയ്യണം? അറ്റ്ലീസ്റ്റ് നിങ്ങൾ നേടണം. അങ്ങനെയാണ് എങ്കിൽ മാത്രമാണ് ക്രെഡിറ്റ് കിട്ടുന്നത്. അപ്പോൾ ആ ക്രെഡിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, അവസാനത്തെ SGPA അല്ലെങ്കിൽ CGPA ആ രീതിയിൽ ഗ്രേഡ് കാർഡിൽ അടയാളപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ് ഡിജിറ്റൽ 101 എന്ന് പറയുന്ന കോഴ്സ് ഇത്തവണത്തെ KQ റെഗുലേഷൻസ് അനുസരിച്ച്. അപ്പോൾ അതിന്റെ ബേസിക് ക്രൈറ്റീരിയ, ക്രെഡിറ്റ് ഇല്ലാത്ത സബ്ജക്റ്റുകൾക്ക് പോലും നിങ്ങൾക്ക് ബേസിക് ആയിട്ട് പാസ് മാർക്ക് വേണം. ക്രെഡിറ്റ് ഉള്ള ഇതിന് ആ ഒരു ക്രെഡിറ്റ് നിങ്ങൾക്ക് അഷ്യൂർ ചെയ്യാൻ 50%. അപ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ കോളേജുകാരുമായിട്ടും യൂണിവേഴ്സിറ്റിയുമായിട്ടും കോൺടാക്ട് ചെയ്യുക. പല കോളേജുകളിലും ഇതിനോടകം നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാകും ഇങ്ങനെ ഒരു കാര്യത്തെ പറ്റി. അപ്പോൾ എത്ര പേര് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നും ബാക്കി നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന ഡിഫിക്കൽറ്റി, സംശയങ്ങളെല്ലാം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ അതും റിക്വസ്റ്റ് ചെയ്യാം കമന്റ് ബോക്സ് വഴി. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. തീർച്ചയായിട്ടും KQ-STU വിദ്യാർത്ഥികളാണെങ്കിൽ നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും കംപ്ലീറ്റ് അവൈലബിൾ ആണ്. ഇപ്പോൾ തന്നെ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഗൈസ്. എന്തായാലും മറ്റ് സംശയങ്ങൾ കാത്തിരിക്കുന്നു.